സാവിത്രിക്കുട്ടി, 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 വിങ്സ് വേണമെന്ന് തോന്നുന്നുണ്ടോ? ചിറകുകൾ. പയ്യന് റൊമാൻസ് ഒന്നും തോന്നല്ലോ. എന്താ ചോദിച്ചത്? ചിറകുകൾ, ബട്ടർഫ്ലൈസിന്റെ മാതിരി നിറയെ കളേഴ്സ് ഉള്ള ചിറകുകൾ വേണമെന്ന് തോന്നില്ലേ? തോന്നുന്നുണ്ട്. എന്തിനാ? പറക്കാൻ. നമുക്ക് രണ്ടാൾക്കും പറന്ന് നടക്കാൻ. ഈ ഗ്രാമം മുഴുവൻ നമ്മൾ പറന്ന് നടക്കാം. പറന്ന് പറന്ന് അങ്ങ് ഉയരത്തുള്ള ഒരു കൂട്ടിച്ചെല്ല് അന്തിക്ക്. എന്തിനാ ഹയർ സ്റ്റഡീസിന് അമേരിക്കയ്ക്കൊക്കെ പോകുന്നത്? ഒരു MBBS ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അസാരും കവിത ട്രൈ ചെയ്യാം. സരസ്വതി നാവിൽ ഉറഞ്ഞു തുള്ളുന്നു. അയ്യേ, പൊടി എവിടുന്നു? ഒരു റൊമാൻറ്റിക് കൺസെപ്റ്റ് ഇല്ലാത്ത കഴുത. ഈ ജാതി കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ. ഒരു ഡോക്ടർ പ്രേമിക്കേണ്ട സ്റ്റൈലാ ഇത്. ഐസ്ക്രീം തിന്നു കൂട്ടൻ ടീനേജ് ആയിപ്പോയി. അമ്മണിക്കുട്ടി, ഇത് വാങ്ങൂ. ഇത് വാങ്ങൂ അമ്മണിക്കുട്ടി, പ്ലീസ്. എന്റെ പൊന്നല്ലേ. എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത് അമ്മണിക്കുട്ടി, ഇത് വാങ്ങൂ. വഴി വിട്, എനിക്ക് പോണം. ഈ കത്ത് വാങ്ങാൻ തന്നെ ഞാൻ വിടില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ ഹൃദയ രക്തത്തെ ചാലിച്ചെഴുതിയ കത്താണ്, ഇത് വാങ്ങൂ. ആരെങ്കിലും കാണുമല്ലോ ഈശ്വര. ആരും കാണില്ല. ഈ ചെഞ്ചുടകളെ കുറിച്ച് 4 വരി കവിതയുണ്ട് എന്റില്. എന്താടാ ഇത്? ആരടാ? നിൽക്കടാ അവിടെ. ഓടണെന്നാ പറഞ്ഞേ. എന്താ നിന്റെ പേര്? ബിജു. ആ കത്തിക്കതാ. അല്ല, അതിപ്പോ ആ വയ്ക്കോ. അല്ല, കത്ത്. ഓടാ. എന്താടി നിന്റെ പേര്? അമ്മണിക്കുട്ടി. പിന്നെന്താ അവനിതിൽ ഹൃദയേശ്വരി എന്ന് എഴുതിയിരിക്കുന്നത്? ചുമ്മാ ഉണ്ണിയേട്ടാ, കുട്ടി പോയിക്കോ. അമ്മണിക്കുട്ടി, അവിടെ നിന്ന് ഇത് വാങ്ങിക്കോ. വാങ്ങാൻ. നാളെ തന്നെ ഇതിന് മറുപടി കൊടുത്തേക്കണം കേട്ടോ. ഞങ്ങൾ ആരോടും പറയില്ല. ആരാ ദാമോദരൻ മാഷ്? ഞാനാ. ആരാ മനസ്സിലായില്ലല്ലോ? ചായക്കടന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാൻ കട പറ്റ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മാഷൊരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടം? ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ മാറി നിൽക്കാം. നിങ്ങൾ കഴിച്ചോളൂ, എന്നെ കത്തുകണ്ട. ശരി. അപ്പോ സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറൊന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറിന്റെ SI അല്ലേ? വില്ലന്മാര് കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ പറ്റാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ? അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്?
മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തൻ നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ? ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകികളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട്. ആ കോഴിച്ചോര കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, ആ, എപ്പോഴെങ്കിലും കോഴിയിറച്ചി തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസാവാദമില്ല അല്ലേ? തിന്നുമ്പോഴും ഉണ്ട്. പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. വാ, സാറ് കിടക്കാൻ നോക്ക്. അക്രമികൾക്ക് കുടപിടിക്കുന്ന പോലീസുകാർ രാജിവെച്ചൊഴിയുക. ബാലിനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. വോട്ടുതണ്ടികൾ മാത്രമായ രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തുക. ബാലിനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, നാഗാനൻ സാർ. പോലീസിനെതിരെ അത്തണ്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത് 10-25 പേരുണ്ട്. ഇന്നത് നിസ്സാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും. ആ, എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. ശരി. ആ, ബാലിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. ബാലിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. നിന്റെ ഒരു ഓട്ടം, നിന്റെ ഒരു എല്ലാരും ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് നാടാ നാടേടാ ഇങ്ങോട്ട്. ഞങ്ങള് ജാഥ കാണാൻ നിന്നതാ. എസ് ഐ ആണെന്ന് പറയല്ലേ? ഉറപ്പായിട്ട് തല വേണോ? പറയണോ? ഞാൻ എസ് ഐ ആണ്. എന്താ പുള്ളി എസ് ഐ ആണെന്ന് പറയാ? ഏതാടാ എസ് ഐ? നീ ആടാ എസ് ഐ? നോക്കണടാ, എന്തോന്നാ ഇതൊക്കെ? സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയ ജാഥയെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത്? പോലീസിനെ ഇവർ തെരുവിളിച്ചു. അതിലെന്താ തെറ്റ്? ബാലിനെ ആക്രമിച്ചവരാരും നിങ്ങൾ അന്വേഷിച്ചോ? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? പാവപ്പെട്ട എന്റെ നാട്ടുകാരുടെ മേൽ കുതിര കയറാൻ പോലീസിനെ ഞാൻ അനുവദിക്കില്ല. ആ, എല്ലാരും വിട്ടേച്ചേക്കണം. സാർ, അത് വിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇവരുടെ മേലധികാരികളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ചാർജ് എടുക്കാനിരുന്ന എസ് ഐക്ക് ന്യൂമോണിയ ആണെന്ന് കേട്ടു. എസ് ഐ വന്നാലുടൻ വേണ്ട നടപടി എടുക്കാം. ആര് തന്നെ വന്നാലും ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാരെയും വിടുകയല്ലേ? പോലീസിനെ ചീത്ത വിളിച്ചാലേ കയ്യും കെട്ടി നോക്കിയിരിക്കയില്ല. എല്ലാരും പോണം. മനസ്സിലായില്ലല്ലോ. മുതലക്കുണ്ടുകാരനല്ല അല്ലേ? അതെ. അല്ല, അതെ, അതെ, അല്ല, ഞാൻ വസൂരിക്ക് കുത്തുവയ്ക്കാൻ വന്നാ. അതിനോട് വസൂരി ഇല്ലല്ലോ. അല്ല, ചിലപ്പോ എവിടെയെങ്കിലും കാണാതിരിക്കും. അതെ, ഞങ്ങൾ വരട്ടെ. അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ്. അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ്.